നമസ്കാരം. ഭാരതത്തിലെ പ്രസിദ്ധമായ ഹൈന്ദവ ശാക്തേയ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മേമുണ്ടയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജഗദീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ദുർഗാഭദ്രകാളി സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ലോകനാർക്കാവിലമ്മ അഥവാ ലോകാംബിക എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ മഹാക്ഷേത്രത്തിലേക്കാണ്. ലോകനാർക്കാവിലമ്മയുടെ ദർശനത്തിനായുള്ള ഈ യാത്രയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സു നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് വടകരയാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും 5 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ട്രെയിൻ നമ്പർ 166-29 മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എല്ലാ ദിവസവും തിരുവനന്തപുരത്തു നിന്നും വൈകുന്നേരം 6:40 ആരംഭിച്ച് കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് മലബാർ എക്സ്പ്രസ്. 6:40 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 8 മണിയോടുകൂടി കൊല്ലത്ത് എത്തിച്ചേരും. കൊല്ലത്ത് നിന്ന് വടകരയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സ്ലീപ്പർ ടിക്കറ്റാണ്. ഒരാൾക്ക് 260 രൂപയാണ് ചാർജ്. കൊല്ലത്ത് നിന്ന് വടകര വരെ മലബാർ എക്സ്പ്രസ്സിൽ ഏകദേശം 9.5 മണിക്കൂർ യാത്രയുണ്ട്. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ 5:30 ആകുമ്പോൾ വടകര സ്റ്റേഷനിലെത്തും. ശ്രദ്ധിക്കുക, വടകര സ്റ്റേഷനിൽ നിലവിൽ ക്ലോക്ക് റൂമോ നമ്മുടെ AC പെയ്ഡും വെയിറ്റിംഗ് ഹാളോ ഒന്നുമില്ല. നോർമൽ വെയിറ്റിംഗ് ഹാളുണ്ട്. അവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. കാരണം നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ലഗേജ് വിശ്വസിച്ച് വെക്കാനായി പറ്റില്ല. ഇനി അതല്ല, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ വടകര സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമിലായിട്ട് തന്നെ ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫ്രഷപ്പ് ആവാൻ സംവിധാനമുണ്ട്. അവിടെ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമേ സാധിക്കത്തുള്ളൂ കേട്ടോ. അവിടെ സെക്യൂരിറ്റി ചേട്ടനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേച്ചിയോ കാണാം. അവരെ ബാഗ് ഏൽപ്പിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആവാവുന്നതാണ്. 30 രൂപയാണ് കേട്ടോ ചാർജ്. അങ്ങനെ നമ്മൾ ഫ്രഷായി ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും സമയം 6:20 ആകാൻ പോകുന്നു. ഇനി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് എത്തും. അവിടെ നിന്ന് എപ്പോഴും ലോകനാർക്കാവ് ക്ഷേത്രം പോകാൻ നമുക്ക് ബസ് കിട്ടും. 13 രൂപയാണ് ബസ് ചാർജ്. മേമുണ്ട, കോട്ടപ്പള്ളി, ആയഞ്ചേരി ബസ്സിലാണ് നമുക്ക് കയറേണ്ടത്. രാവിലെ 6:40 നമ്മൾ ബസ് കയറി. 6:55 ആയപ്പോൾ ബസ് ഇറങ്ങി തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അകത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി ഒരു 5 മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്ക് ക്ഷേത്ര സന്നിധി കാണാനായി സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ലോകനാർക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മയുടെ ദർശനം നമുക്ക് എങ്ങനെ സമ്പൂർണ്ണമാക്കാം? അതിനുള്ള മറുപടിയാണ് ഇത്. വിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം, ഭഗവതി ക്ഷേത്രം. നമ്മൾ അമ്മയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ തന്നെ ആ സന്നിധിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ വേണം ദർശനം നടത്താനായിട്ട്. ഇതാണ് ആ വിഷ്ണു ക്ഷേത്രം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ശിവക്ഷേത്രവുമുണ്ട്. അതായത് നമ്മുടെ അമ്മയുടെ സന്നിധി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ 2 ഉപക്ഷേത്രങ്ങൾ, മഹാവിഷ്ണു ഭഗവാനും ഭഗവാൻ മഹാദേവനും വേണ്ടിയിട്ട് 2ആയിട്ട് തന്നെ ഉണ്ട്. ആദ്യം നാരായണനായ മഹാവിഷ്ണു ഭഗവാന്റെ സന്നിധിയിൽ കയറി ഭഗവാന്റെ ദർശനവും വാങ്ങിച്ച് ശേഷം ശിവഭഗവാന്റെ സന്നിധിയിൽ കയറി മഹാദേവന്റെ ദർശനവും വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലോകനാർക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക് എത്തേണ്ടത്. നമ്മുടെ മഹാവിഷ്ണു ഭഗവാന്റെയും മഹാദേവ ഭഗവാന്റെയും സന്നിധിക്ക് അടുത്തായിട്ട് തന്നെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളമുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് അമ്മയുടെ ദർശനം സമ്പൂർണ്ണമാക്കേണ്ടതെന്ന്. വളരെ എളുപ്പമാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് കാണാനായി സാധിക്കും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ ആ താഴത്തെ ഉപക്ഷേത്രമായ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കേട്ടോ. വളരെയധികം മനോഹരമായ ക്ഷേത്രമാണ് ഈ 3 ക്ഷേത്രവും. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിൽ കാണുമ്പോൾ ഒരു പഴമയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് വളരെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. കുഞ്ഞു മീനുകളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഈ ഒരുപാട് പഴമയും ആ ഒരു പഴയ പൈതൃകമൊക്കെ മിസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ ക്ഷേത്ര ദർശനം ഒരു വല്ലാത്ത അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി ആദ്യം കാലും കൈയൊക്കെ ഒന്ന് കഴുകി കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒന്ന് നാമമൊക്കെ ജപിച്ചിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഭഗവാൻ മഹാദേവൻ്റെയും സന്നിധിയിൽ കയറി ദർശനം വാങ്ങിയതിന് ശേഷം ലോകനാർക്കാവിൽ അമ്മയുടെ ദർശനത്തിനായി അമ്മയുടെ തിരുസന്നിധിയിലെത്തി അവിടുന്നും ദർശനം മേടിച്ച് കുറച്ചധികം നേരം ഇങ്ങനെ ക്ഷേത്ര സന്നിധിയിലിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഇങ്ങനെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇവിടുത്തെ ഉത്സവം ഇപ്പോൾ ഉടനെ ഉണ്ട്. ചരിത്ര പ്രസിദ്ധമായ ശ്രീ ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയങ്ങളിലെ ഈ വർഷത്തെ പൂരം മഹോത്സവം 2026 മാർച്ച് 23 മുതൽ ഏപ്രിൽ 1 വരെ നടത്തപ്പെടുകയാണ് കേട്ടോ.
മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവാഘോഷം, ക്ഷേത്ര ചടങ്ങുകൾ, ചാന്താട്ടം, കാഴ്ച ശീവേലി, ക്ഷേത്രകലകളായ കഥകളി, ചാക്യാർ കൂത്ത്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകളും വർണ്ണശബളമായ മറ്റ് കലാപരിപാടികളോടെയും നടത്തപ്പെടുകയാണ്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞ് അറിയിച്ചതേ ഉള്ളൂ കേട്ടോ. ക്ഷേത്ര ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 അല്ലെങ്കിൽ 8 മണി വരെയുമാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദേ പൂരം മഹോത്സവം മാർച്ച് 23 മുതൽ ഏപ്രിൽ 1 വരെ, അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ഷേത്ര ദർശന സമയം പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 അഥവാ 8 മണി വരെയെങ്കിലും കാണാനായി സാധ്യത ഉണ്ട്. അതുപോലെ ലോകനാർക്കാവിലമ്മയുടെ ദർശനത്തിനായി ഇതുവരെ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ദർശനത്തിനായി എത്തണം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വീഡിയോയുടെ ഒരുപാട് പഴമ നിറഞ്ഞൊരു അന്തരീക്ഷം, ആ ഒരു ക്ഷേത്ര ഭംഗിയൊക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആസ്വദിക്കാനായി സാധിക്കും. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചിലവഴിച്ചതിന് ശേഷം മടക്കയാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് തന്നെ കൊച്ചു കൊച്ചു ഹോട്ടലുണ്ട്. അവിടെ എവിടെയെങ്കിലും കയറി ഒരു പ്രഭാത ഭക്ഷണം കഴിക്കണം. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ അടുത്ത് കയറിയപ്പോഴാണ് ഇങ്ങനൊരു ബോർഡ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ കാണാനായി ശ്രദ്ധയിൽപ്പെട്ടത്. അത് വേറൊന്നുമല്ല, അതേ ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെയാണ്. ലോകനാർക്കാവ് ദേവസ്വത്തിൻ്റെ റൂംസും ഗസ്റ്റ് ഹൗസൊക്കെയാണ്. ഞാൻ നമ്പർ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് വിളിച്ച് തിരക്കുക. ഉപകാരപ്രദമാവുന്നെങ്കിൽ ഉപകാരപ്രദമാവട്ടെ. അതേ അതാണ് ക്ഷേത്രം, വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടക്ക യാത്രയ്ക്കായി നമ്മൾ വടകര സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 9:10 ആവാനായിട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് നമുക്കിനി അടുത്ത ട്രെയിൻ കയറണം. എല്ലാ ദിവസവും രാവിലെ 7:20 മംഗലാപുരത്ത് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ 16605 ഏർനാട് എക്സ്പ്രസ്. അത് രാവിലെ ഒരു 10:20 ആകുമ്പോൾ നമ്മുടെ വടകരയിലെത്തും. ഈ ട്രെയിനിൽ കയറി നമ്മൾ കോഴിക്കോട് ഇറങ്ങും. എന്നിട്ട് കോഴിക്കോട് നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:45 ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദിയിൽ നമ്മൾ യാത്ര ചെയ്യും. അതാണ് പ്ലാൻ. നമുക്ക് വേണമെങ്കിൽ ഈ ഏർനാട് എക്സ്പ്രസ്സിൽ തന്നെ കൊല്ലത്തെത്താം. പക്ഷേ നമ്മുടെ ഉച്ചഭക്ഷണമായാലും യാത്രാ അനുഭവം പിന്നെ ക്ഷീണം ഇതൊക്കെ ഒന്ന് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ജനശതാബ്ദിയാണ് നല്ലത്. മാത്രമല്ല 2 ട്രെയിനും കൊല്ലത്തെത്തുന്ന സമയത്തിന് വലിയ വ്യത്യാസമില്ല. സ്റ്റോപ്പുകൾ കുറവാണ് ജനശതാബ്ദിക്ക്. പിന്നെ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഏർനാടിനെ പോലെ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റ് അല്ല, ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് പോലും നമ്മുടെ ജനശതാബ്ദിയിലില്ല. ഏർനാടാണെങ്കിൽ പിന്നെ കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ നമ്മൾ ഏർനാട് എക്സ്പ്രസ്സിൽ കയറി കോഴിക്കോട് എത്തിയപ്പോൾ സമയം രാവിലെ 11:20 കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഉച്ചഭക്ഷണം എന്തെങ്കിലും മേടിക്കണം. എന്നിട്ടൊരു ഉച്ചയ്ക്കാകുമ്പോൾ കഴിച്ചിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 4-ലുള്ള AC വെയിറ്റിംഗ് ഹോളിൽ കയറി ഒന്ന് മേല് കഴുകി ഫ്രഷായി റെസ്റ്റ് എടുക്കണം. മണിക്കൂറിന് 30 രൂപയാണ്. അറിയാമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. ആവശ്യത്തിന് വെള്ളമൊക്കെ കയ്യിൽ കരുതണം. കുടയും തൊപ്പിയൊക്കെ വേണം. അങ്ങനെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലൊരു യാത്രാ അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ റെസ്റ്റ് എടുത്ത് തിരിച്ചുള്ള യാത്രയ്ക്ക് നമ്മൾ സെറ്റായിരിക്കുകയാണ്. ദേ ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1:45 കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും. ഇത് രാത്രി ഒരു 8 മണിയോടുകൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലെത്തും. സെക്കൻഡ് സിറ്റിംഗ് ആണ്. ഒരാൾക്ക് 180 രൂപ, അതായത് നമുക്ക് ഇരുന്ന് പോകാം സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.